അപ്പോൾ ഇന്ത്യൻ കണ്ടു ഒരു ആവറേജ് മൂവിയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് ലൈക്ക് ഒരു ശിവാജി കൈൻഡ് ഓഫ് സാധനം. അത് ഇതിൽ കുറെ ശിവാജി റെഫറൻസ് ഉണ്ട്. പടത്തിലോട്ട് പോകുമ്പോൾ ഒന്നാമത് പറയാനുള്ളത് ഇതിന്റെ വേ ഓഫ് സ്ക്രീൻ പ്ലേ. കഥ ഭയങ്കര ഡ്രാഗ് ചെയ്യണ പോലെയൊക്കെ ഇടയ്ക്ക് പക്ഷെ ഓൾ ടുഗദർ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു പേസിങ് നല്ല സ്മൂത്ത് ആയിരുന്നു. നമുക്ക് കഥയിലോട്ട് ബ്ലെൻഡ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും ശങ്കർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ സീന് വരുമ്പോഴാണ് റെസിപ്രിക്കേഷൻ, അതായത് ഒരേ സംഭവം തന്നെ ആ ഒരു സീന് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ വലിച്ചു നീട്ട് ആ ഒരു സംഗതി ഉണ്ട് ഇതില്. സ്റ്റിൽ നമുക്ക് ആ ഒരു എന്താ പറയാ, ഓരോ സീനിലും ആ ഒരു സോള് ഉണ്ടാവും. അതായത് നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. പക്ഷെ ചിലയിടങ്ങളിൽ ഭയങ്കര ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് തോന്നുമോ ഇതൊക്കെ എന്ത് ആ ഒരു ടൈപ്പിലായിരിക്കും നമ്മളെ കാണുക. പിന്നെ എടുത്തു പറയാനുള്ളത് ഇതിന്റെ പെർഫോമൻസ്. അയ്യോ, എല്ലാവരും നമുക്കിപ്പോൾ എവിടെ നിന്ന് തുടങ്ങാമേ. മെയിനായിട്ട് രണ്ടുപേരും പറയാനുള്ളത് ഹാറ്റ്സ് ഓഫ് ലൈക്ക് വിവേക് സാറും നെടുമുടി വേണു സാറും. അയ്യോ, ഒരു രക്ഷയില്ല. നമ്മൾ ആ ഒരു എ ഐ ഡി ഏജിങ്, ഐ മീൻ എ ഐ ടെക്നോളജി വെച്ചിട്ടാണ് ഇപ്പോൾ അവൻ്റെ ഫേസ് കുറേയൊക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒട്ടും മനസ്സിലാവില്ല ലൈക്ക് ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ട്. ചില ഒന്ന് രണ്ട് സീനിലുണ്ട് ആ ഒരു ബാഗ് തൂക്കി വെച്ചിട്ട് ആ സേനാധിപതി കോയിൻ കൊടുക്കുന്ന ഒരു സീനിൽ മാത്രം എന്താ അവിടെ ചെറിയൊരു വി എഫ് എക്സ് നമുക്ക് എടുത്ത് അറിയും. ബാക്കിയുള്ള സീനിലൊക്കെ കറക്റ്റ് ബ്ലെൻഡ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ആളുള്ള പോലെ തന്നെ ആ ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ പറയാനുള്ളത് അതില് വില്ലന്മാരുടെ കാണിച്ചിരിക്കുന്നതൊക്കെ ഒരു കുറെ ഒരു ഒത്തിരി നെഗറ്റീവ് ആൾക്കാരുണ്ട്. കുറെ വില്ലന്മാരിനെയൊക്കെ ചുമ്മാ ഒരു സ്കാറ്റേർഡ് ആയിട്ട് അത് ഇതില് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയാനുള്ള സിദ്ധാർത്ഥ്. അയ്യോ, സിദ്ധാർത്ഥിന്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ ഇതുവരെ സിദ്ധാർത്ഥ് ഇത്രയും ലൈക്ക് ഒരു എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ പുള്ളിക്കാരനെ ഇതുവരെ കണ്ടില്ല. പുള്ളി നന്നായി അഭിനയിക്കും ഒക്കെയാണ്, റോ ആയിട്ടൊക്കെ ചെയ്യും പുള്ളിക്കാരൻ. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉള്ള ആളുമാണ്. അതായത് ഓൾ ടുഗദർ ഒരു ഓൾ ഇൻ ഓൾ പാക്കേജ് ആണ് പുള്ളി. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ എന്താ നമുക്ക് പുള്ളിയുടെ ആ ഒരു ഇന്നർ ടാലൻസ് ഒക്കെ എടുത്ത് കാണിക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്. അതിൽ അഭിനയിച്ചിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ ആയിട്ടുള്ള രാഹുൽ പ്രീത് സിംഗും പിന്നെ വേറൊരാളുണ്ട്. ആ പുള്ളിക്കാരന്റെ പേര് എനിക്കറിയില്ല, മറ്റേ ശിവകാർത്തികേയന്റെ കൂടെയൊക്കെ ക്യാപ്റ്റൻ മില്ലറിലൊക്കെ ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ റോളാണ് പുള്ളിക്കാരന്. അത് എവിടെയും ഓവറാക്കുക, അണ്ടർ പെർഫോം ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യില്ല. പെർഫെക്റ്റ് ആയിരുന്നു കാസ്റ്റിംഗ് ഒക്കെ ആ ഒരു രീതി നോക്കുക. പിന്നെ സിദ്ധാർത്ഥിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു കോമഡി, ഇതിലെ കോമഡി ഒക്കെ അത്യാവശ്യം വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഞാൻ ചില ഭാഗങ്ങളിലൊക്കെ തിയേറ്ററിലൊക്കെ പോരി ചിരിയായിരുന്നു. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല, വർക്ക്ഔട്ട് ആയിട്ടുണ്ട് കോമഡി സീൻസും. പിന്നെ ആൻഡ് ഫൈനലി നമ്മുടെ സേനാധിപതി ഹാസൻ സാർ അവർ എങ്ങനെ എന്താ പറയാ, പുള്ളിക്ക് അത്യാവശ്യം ലൈക്ക് എന്താ പറയാ ഗെറ്റപ്സ് ഉണ്ട്. അതായത് ഒരു അഞ്ചാറ് ഗെറ്റപ്പിലൊക്കെ വരുന്നു. പക്ഷെ എല്ലാം നമുക്ക് അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുക. ഒന്നും എവിടെയും ഇതൊന്നിങ്ങനെ ആ ഒരു ഫീല് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഗെറ്റപ്പിലൊക്കെ പുള്ളി ഇത് ഓവറാക്കി ചളവാക്കുക എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും ഒരു വിയർഡ് ഫീലിങ് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം പക്ക ആ സീനിന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും എവിടെയും മേഴ്സ് നിൽക്കണായിട്ടോ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ അഭിനയം പറയണ്ടല്ലോ, നമ്മളൊക്കെ നായകൻ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യേണ്ടത്. കാരണം ഇത് ഒ ടി ടിയിൽ കണ്ടിട്ടൊന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന തോന്നുന്നില്ല. കാരണം തിയേറ്ററിൽ ആ ഒരു ക്രൗഡിന്റെ കൂടെ ആ ഒരു സംഭവത്തിൽ വൈബ് ചെയ്തിട്ട് കാണാൻ പൊളിയാണ് സാധനം. അപ്പോൾ എത്രയും പെട്ടെന്ന് ടൈം കിട്ടുകയാണെങ്കിൽ പോയി കണ്ടോളൂ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ, മ്യൂസിക്. അയ്യോ, അനിരുദ്ധ് ഞാൻ വിചാരിച്ചു അനിരുദ്ധ് ശോകമാക്കുന്നു. കാരണം അറിയാലോ നമ്മളെ എ ആർ ആ ലെജൻഡറി സാധനം നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഫാസ്റ്റ് പേസിൽ പോകുമ്പോൾ ആ ഒരു ഹുക്ക് സ്റ്റെപ്പിൽ മാത്രം ഒതുങ്ങുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. പക്ഷെ ഇല്ല. കാരണം നമ്മൾ ഇന്ത്യനിലുള്ള സോങ്സിന്റെ ഒരു മിക്സ് ഇതിൽ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം നമ്മള് ആ ഒരു വൈബും കിട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ ആ ബീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു ഇതായിരുന്നു. പക്ഷെ എനിക്ക് ആ സോങ്സ് ഒക്കെ ഇടയ്ക്ക് നമ്മൾ ഇല്ലേ, അതായത് ശങ്കറിന് എല്ലാത്തിലും ഉണ്ടാവും ഒരു വൈബ്. അതായത് മാസമായിരിക്കും.
കുഴപ്പമില്ല, വൺ ടൈം അങ്ങനെ കണ്ടിരിക്കാന്നേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് അങ്ങനെ ഉള്ളിൽ കയറുന്ന, ഉള്ളിൽ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ആ ഒരു സംഭവം ഒന്നുമില്ല. ആ കെആറിന്റെ ആ ഒരു മ്യൂസിക് ഉണ്ട്, അടിയിലടിയിൽ ഹം ചെയ്ത് പോകുന്നുണ്ട്, അവിടെ മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ സാധാരണ പോലെ പോകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉണ്ട്. നമ്മുടെ അനിയണ്ണൻ്റെ കയ്യിലുണ്ട്. ഇതിൽ പിന്നെ വന്നിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ സാധാരണ മൂവീസ് നമ്മൾ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നല്ല പറയാം. അപ്പോൾ ശരിക്കും മൂവീസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മൂന്ന് ആക്ട് ആയിട്ട്, ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട്. ഫസ്റ്റ് ആക്ട് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തരും. സെക്കൻഡ് ആക്ട് ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ്, അതായത് എന്തുകൊണ്ടാണ് ഈ സ്റ്റോറി പ്രോഗ്രസ് ചെയ്ത് ക്ലൈമാക്സിലേക്ക് എത്തേണ്ടത് എന്നുള്ള റീസൺ പറയുന്നതാണ് സെക്കൻഡ് ആക്ട്. തേർഡ് ആക്ട് ഒബ്വിയസ്ലി ക്ലൈമാക്സ്. ഇതിൽ ഫസ്റ്റ് ആക്ടും തേർഡ് ആക്ടും സൂപ്പറായിരുന്നു. പക്ഷെ സെക്കൻഡ് ആക്ടിലാണ് അവിടെ ഒരു ഡിപ്പ് വരാൻ, നമുക്കൊരു എഴച്ചിൽ ഫീൽ ചെയ്യണ പോലെ. ബാക്കി മൊത്തത്തിൽ നോക്കുമ്പോൾ ഓക്കെയാണ്. നമ്മൾ ഇത് ഇന്ത്യൻ വണ്ണിനോട് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റിസ് കാണിച്ചു എന്നുള്ളതിൽ എനിക്കൊരു വല്ലാത്ത അതിയെ കാണിച്ചില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സി, അതാണ് നമ്മൾ ഒരിക്കലും എന്തിനെ ഒബ്വിയസ്ലി കമ്പയർ ചെയ്ത് പോവും, സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു ലൈക്ക് ഒരു ഫ്രഷ് സാധനമായിട്ട് കണ്ടാൽ മാത്രമേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും കമ്പാരിസൻ്റെ ഏഴെല്ലത്ത് എത്തിക്കാൻ പറ്റില്ല. ടൈലൻഡ് സീ, ഇപ്പോൾ പടം നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ടൈലൻഡിലെ ആ ഒരു ഇന്ത്യൻ 3ൻ്റെ ഒരു ട്രെയിലർ കട്ടുണ്ട്, ഒരു 2 മിനിറ്റ്. അത് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. കാരണം അത് അമ്മാരി രീതിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂടെ. ഇന്ത്യൻ താത്ത കോമാളി താത്തയാവാനുള്ള ചാൻസ് ഏറെക്കുറെ ഞാൻ കാണുന്നു.